നവീകരണ പ്രവർത്തനങ്ങൾക്കായി വിട്ടുകൊടുത്ത കലൂർ സ്റ്റേഡിയം GCDAക്ക് കൈമാറി. ശേഷിക്കുന്ന മിനുക്ക് പണികൾ GCDAയുടെ നിയന്ത്രണത്തിൽ സ്പോൺസർ തന്നെ പൂർത്തിയാക്കും. നാളെ GCDA സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എഞ്ചിനീയർമാർ നവീകരണ പ്രവർത്തികൾ വിലയിരുത്തും. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവും ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, അങ്ങനെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിവാദങ്ങൾ അതിനുശേഷമാണ് ഇപ്പോൾ നവീകരണം പൂർത്തിയാക്കി GCDAക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നവീകരണം അത് എത്ര കണ്ട് ഫലപ്രദമായാണ് പൂർത്തിയാക്കിയത് തുടങ്ങിയ പരിശോധനകളൊക്കെ ഉണ്ടാകും. ഇനി മറ്റ് ജോലികൾ അവശേഷിക്കുന്നുണ്ടോ? കഴിഞ്ഞ മാസം നവംബർ 30-നായിരുന്നു ഇത്തരത്തിൽ ഈ സ്റ്റേഡിയം പൂർത്തിയാക്കി തിരികെ നൽകാനായി സ്പോൺസറോട് GCDA ആവശ്യപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ ആ കരാറായിരുന്നു ഈ GCDAയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും ഒക്കെ തമ്മിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് ഈ സ്റ്റേഡിയം പണി പൂർത്തിയായിരുന്നില്ല. തുടർന്ന് 20 ദിവസം കൂടി 6 ജോലികളായിരുന്നു പൂർത്തിയാകാനുണ്ടായിരുന്നത്. അതിനുവേണ്ടി 20 ദിവസം കൂടി ഈ സ്റ്റേഡിയത്തിന്റെ പണി അല്ലെങ്കിൽ സ്റ്റേഡിയം പണി ചെയ്യാനുള്ള ഒരു കരാർ നീട്ടി നൽകുകയായിരുന്നു. അത് ഇന്നലെ അവസാനിച്ച് ഈ സ്റ്റേഡിയം GCDAക്ക് സ്പോൺസർ കൈമാറിയിട്ടുണ്ട്. ഈ സ്റ്റേഡിയത്തിൽ ചെറിയ മിനുക്ക് പണികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്നാണ് GCDAക്ക് ഈ സ്പോൺസർ നൽകിയിരിക്കുന്ന വിവരം. അതിന്റെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ചെറിയ ചില ജോലികൾ അത് GCDAയുടെ നിയന്ത്രണത്തിൽ തന്നെ സ്പോൺസർ തന്നെ ഒരാഴ്ച കൊണ്ട് അവശേഷിക്കുന്ന മിനുക്ക് പണികൾ കൂടി പൂർത്തിയാക്കും. അതിനുശേഷം സ്റ്റേഡിയത്തിന് ഒരു പുതിയ ഒരു ഉദ്ഘാടന ചടങ്ങ് കൂടി നടത്താൻ, വലിയ തോതിലുള്ളൊരു ഉദ്ഘാടന ചടങ്ങ് കൂടി നടത്താനാണ് നിലവിൽ GCDA ഇപ്പോൾ പദ്ധതിയിടുന്നത്. GCDAയുടെ എഞ്ചിനീയറിംഗ് സംഘവും ഒപ്പം തന്നെ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് സംഘവും നാളെ തിങ്കളാഴ്ച ഈ സ്റ്റേഡിയത്തിൽ വന്ന് സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ നടത്തിയിട്ടുള്ള ജോലികളൊക്കെ തന്നെ കൃത്യമായി പരിശോധിക്കും, അത് വിലയിരുത്തും. അതിനുശേഷമായിരിക്കും GCDAയുടെ അധ്യക്ഷൻ നാളെ മാധ്യമങ്ങളെ കാണുന്നത്.